കൃഷ്ണപൃഷ്ടായ ഭൂതലേ ശ്രീമതി ഗോപാലകൃഷ്ണഗോസ്വാമി നാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണി നിർവിശേഷ നിവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീകൃഷ്ണൻ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാർ ശ്രീവാസാദി ഗൗരി ഭക്തവൃന്ദ കീ ജയ. ശിലപ്രഭുപാദ കീ ജയ. ഗുരുദേവ് കീ ജയ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൂർത്തിം നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൂർത്തിം നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൂർത്തിം നമാമി. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ. നരഹരി കീ ജയ. പ്രഹ്ലാദ് മഹാരാജ് കീ ജയ. ജയ ജയ ശ്രീരാധേശ. ഹരേ കൃഷ്ണ ഗോപാല ഗോവിന്ദ ശൗരേ. ഹരേ കൃഷ്ണ ഗോപാല ഗോവിന്ദ ശൗരേ. രമേശാച്യുതാനന്ദ കരുണാ സിന്ധോ. നിരാധാരമായുള്ള ലോകത്തിനെല്ലാം വരം നൽകുപോനേ നമസ്തേ നമസ്തേ. ഹരേ കൃഷ്ണ ഗോവിന്ദ ഗോപാല ശൗരേ. രമേശാച്യുതാനന്ദ കാരുണ്യ സിന്ധോ. നിരാധാരമായുള്ള ലോകത്തിനെല്ലാം വരം നൽകുവോനേ നമസ്തേ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഞാൻ വൃന്ദാവനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. വൃന്ദാവനത്തിൽ നമ്മൾക്ക് ഒരു ചെറിയ ഒരു സ്ഥലത്തേക്ക് പോകാം. ജാഡുമണ്ഡൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ലെമൻ ഡേത്തിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇസ്കോൺ അമ്പലത്തിൽ പോയി ഇസ്കോൺ അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ എടുത്തു. കൃഷ്ണ ബൽറാം, രാധാശ്യാം സുന്ദർ, എന്നിട്ട് ആരാണ് ഗൗരനിത്തായി. നടുവില് കൃഷ്ണ ബൽറാം, റൈറ്റ് സൈഡിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാധാശ്യാം സുന്ദർ. ആ ഒരു ഓമനമായിട്ടുള്ള ആ കോമളമായിട്ടുള്ള ആ ഒരു ദർശനം എടുത്തിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഗൗരനിത്തായി. പിന്നെ ശീലപ്രഭുപാദ്. ശീലപ്രഭുപാദിന്റെ നോട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു മൂർത്തി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ശീലപ്രഭുപാദിനെയാണ് വന്ദിക്കുന്നത്. ഗുരുവിനെ വന്ദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് യശ്യപ്രസാദാത് ഭഗവത് പ്രസാദോ യശ്യപ്രസാദാന്യഗതി കൂതോബി. യശ്യപ്രസാദാത് ഭഗവത് പ്രസാദോ യശ്യ അപ്രസാദ ന ഗതി കൂതോബി. ധ്യായസ്തുവം തസ്യ യശസ്ത്രീ സന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അങ്ങനെയുള്ള ആ ഗുരുവിനെ നമ്മൾ വന്ദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി രമന്യത്തിൽ കൂടെയാണ് പോകുന്നത്. രമന്യത്തിൽ കൂടെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നാരായണീയത്തിലും പഠിച്ചതാണ് കാളിയഹദ്. കാളിയന്റെ ഗർഭം നശിപ്പിച്ചത് ഭഗവാനാ. കാളിയെ കെട്ടി വെച്ചിട്ടാണ് യമുന തീരത്താണിത്. നിങ്ങൾ എല്ലാവരും കാണണം. യമുന തീരത്ത് കാളിയഹദ്. അത് കഴിഞ്ഞതിന് ശേഷം കാളിയഹദിലൊക്കെ കഥ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജാഡുമണ്ഡൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത്. ജാഡുമണ്ഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഫേമസ് അല്ല, എന്നാ ഫേമസ് ആണ്. എന്തായാലും അത് അറിഞ്ഞുകൂടാ അധികം ആൾക്കാർക്ക്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ആ ജാഡുമണ്ഡലിലേക്കാണ്. ആ ജാഡുമണ്ഡലിന്റെ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതൊക്കെ കഥയല്ല, നടന്ന സംഭവങ്ങളാണ്. വൃന്ദാവനത്തിലെ ഭഗവാന്റെ ഓരോ ലീലകളും നടന്ന കഥകളാണ്. അതുകൊണ്ട് നടന്ന സംഭവങ്ങളാണ്. കഥയും നമുക്ക് പറഞ്ഞിട്ട് അതിനെ തള്ളാൻ പറ്റില്ല. ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ധാന്യങ്ങൾ ഇങ്ങനെ കറക്കിയിട്ടൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ധ്യാനങ്ങള് അതിനകത്ത് ഇട്ടിട്ട്. പണ്ട് നമ്മുടെ ഇവിടെ ഒരളായിരുന്നു, പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കുന്ന ഒരു ഇതുണ്ട്.
എന്നിട്ട് അവരുടെ ജീവിതമാർഗം തന്നെ എന്തായിരുന്നു? ധാന്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരുന്നത്, അതിനകത്ത് ഇട്ടിട്ട് അത് കറക്കി അതിനെ പൊടിയാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അവരുടെ ജീവിതമാർഗം തന്നെ. എന്നിട്ട് ഒരു അമ്മൂമ്മയായിരുന്നു. തൊട്ടപ്പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അധ്യയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളും പിന്നെ എന്നുണ്ടെങ്കിൽ വേദങ്ങൾ അധ്യയിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ എന്ന് പറഞ്ഞാൽ. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ അഭ്യസിപ്പിക്കുന്ന ആ ഒരു ഗുരുകുലം പോലുള്ള ഒരു സ്ഥലമായിരുന്നു തൊട്ടപ്പുറത്തുള്ളായിരുന്നത്. ഗുരുകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളെന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഒരു ചെറിയ മുറി, അവിടെ ഒരു ചെറിയ മുറി, കുറെ കുട്ടികൾ വന്നിരുന്നിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ ഈ അമ്മൂമ്മയുടെ ഈ ചക്കി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങുന്ന ആ ശബ്ദം കേട്ടിട്ട് ഈ കുട്ടികൾക്ക് അങ്ങ് ഭയങ്കര ശല്യമായിരുന്നു എന്നുള്ളതാ. പക്ഷെ ഈ അമ്മൂമ്മയോട് നമുക്കൊന്നും പറയാനും പറ്റില്ല. എന്താണ് അവരുടെ ജീവിതമാർഗം അത്. പിന്നെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും അവരോട്? അതുകൊണ്ട് ആ അമ്മൂമ്മയോട് അവര് ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവർക്ക് ഭയങ്കര ശല്യമായി. പക്ഷെ ഒരിക്കലും അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ ഞങ്ങളുടെ ക്ലാസ് ഉള്ള സമയത്ത് ഇത് ചെയ്യാതിരിക്കൂ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അമ്മൂമ്മ ചെയ്തോളൂ, നിന്റെയൊക്കെ ക്ലാസ് എപ്പോഴും ഉണ്ടല്ലോടാ, പിന്നെ ഞാൻ എങ്ങനെയാ പിന്നെ അത് ചെയ്യാതെ? ഇത് എന്റെ ജീവിതമാർഗം, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ അവരെ ശകാരിക്കുന്ന സമയത്ത് പിന്നെ കുട്ടികളൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർക്കത് ഭയങ്കര അസഹനീയമായിട്ട് വന്നു എന്നുള്ളതാ ഈ ശബ്ദം. അമ്മമ്മോട് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെല്ലാം സഹിച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ടുള്ള, അതല്ലേ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജപം ചെയ്യുന്നത്. ജപം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആ ജപത്തിന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലുതാണെന്നുള്ളത്. അതുകൊണ്ട് ഈ രാവിലത്തെ കാലം തന്നെ ജപത്തിന് വേണ്ടിയിട്ട് ശീലപ്രവാദമായി കഴിഞ്ഞാലും തുളസി പൂജ കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ജപമാണ് ചെയ്യുന്നത്. 5:30 മണി തൊട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 7 മണി വരെ വൃന്ദാവനത്തിൽ ജപത്തിന്റെ സമയം. ഈ ജപം ഈ 1.5 മണിക്കൂർ കൊണ്ട് 16 റൗണ്ട് ചാൻഡിങ് കഴിയും. ചാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 6 മിനിറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം മാക്സിമം പോയ 7 മിനിറ്റ്. 7 മിനിറ്റ് എടുക്കുമ്പോഴേ കണ്ട 6 മിനിറ്റ് മതി. 5 മിനിറ്റ് 6 മിനിറ്റ് അതിനകത്ത് നമ്മുടെ ജപം കഴിയും. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? സങ്കീർത്തനം, ഹരിനാമ കീർത്തനമായി പോകും നമ്മൾ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നീട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? കീർത്തനമായി പോകും. അതുകൊണ്ട് ഈ 6 മിനിറ്റാണ്. അങ്ങനെ ഈ 6 മിനിറ്റ് എടുക്കുന്ന സമയം 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ജപം 16 റൗണ്ട് ചാൻഡിങ് ചെയ്യും. ചാൻഡിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചാൻഡിമാല എടുത്തിട്ടിരുന്ന് ഉറക്കം തൂങ്ങല്ല ചെയ്യേണ്ടത്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് വരണം ആ നാമം എന്നുള്ളതാണ്. ഉള്ളിൽ നിന്നിട്ട് വരണം ആ നാമം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിലെ ഷഡ്വൈരികൾ പോയിരിക്കണം. ഷഡ്വൈരികൾ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാമം ശരിയാവില്ല. നിങ്ങളുടെ നാമം ശരിയായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയിലേക്ക് മുന്നോട്ട് പോവാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതാ. ഭഗവാൻ അറിഞ്ഞിട്ട് കൊലോക വൃന്ദാവനത്തിൽ നിന്നിട്ട് നമുക്ക് കൊണ്ടുതന്നതാണ് ഈ ജപം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആദ്യം എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ നിറച്ചിരിക്കുന്ന കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ടേയിരിക്കുക. ആ നിറച്ചിരിക്കുന്ന സാധനത്തിന് എല്ലാത്തിനും ഈ നാമം കൊണ്ട് വേണം കരിച്ചു കളയാൻ വേണ്ടിയിട്ടെന്നുള്ളത്. ആ നാമം നമ്മുടെ ഓരോ ബീജങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഈ ഉള്ളിലുള്ള ആ പാവങ്ങള് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ജാഡുവണ്ടിലേക്ക് തന്നെ വരാം. ആ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കാര്യങ്ങളും തുടർന്നു. പിന്നെ ശാസ്ത്രം അഭ്യസിക്കുന്ന ആ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഗുരുകുലത്തിലെ ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ആരാ കാണുന്നത്? നമ്മുടെ അന്തരാത്മിയായിട്ടുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. പുറത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളുടെ വിഷമം കണ്ടിട്ട് നേരെ ഉണ്ണിക്കണ്ണനിഞ്ഞു വന്നിട്ട് എന്താ ചെയ്തത്? അമ്മയാ ഇങ്ങനെ അത് അതിന്റെ പേരെന്താ എനിക്ക് അറിയത്തില്ല. ചക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മില്ലായി പോകും. പിന്നെ അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരളല്ല, വേറൊരു സൈസ് ഇങ്ങനെ റൗണ്ട് ഒരെണ്ണം ഉണ്ട്. അതിന്റെ മിഡിലിൽ ഒരു ഇത് വെച്ചിട്ട് ധാന്യങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ടായിരുന്നു അവരന്നേരം കറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അമ്മ വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃക്കാല് അതിനകത്ത് വെക്കുക ചെയ്യുന്നത്. വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പറ്റുന്നില്ല ഇതിനെ കറക്കാൻ വേണ്ടിയിട്ട്. അമ്മ നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞി കാല് കാണുന്നു. നീ ഏതാടെ ഇറക്കാന്ന് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ ഒരു ഗോപാലകനാ അമ്മേ.
നീ എന്തിനാ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? നീ എന്താ, എന്റെ ജീവിതമല്ലേ, നിനക്ക് അറിഞ്ഞൂടെ എന്റെ ജീവിതമാണെന്നിത്? അമ്മ എനിക്കറിയാം അമ്മയുടെ ജീവിതമാണ് ഇത്, പിന്നെ നീ എന്തിനാ ഇതിനെ മുടക്കി ചോദിക്കുന്നു? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും കൃഷ്ണനും ഒന്നും ഇല്ല. അവർക്കാരാ? എന്റെ കൊച്ചാ. കണ്ണനാരാ? എന്റെ കൊച്ച. കണ്ണനാരാ? എന്റെ കൊച്ച. അതുകൊണ്ട് എന്റെ കൊച്ച്, നീ എന്തിനാടാ ഇതിനെ ഇങ്ങനെ കാര്യം ചെയ്യുന്നത്? ഇത് ശരിയാവുന്നോ എന്ന് ചോദിച്ചു. അമ്മയെ, അമ്മ ചെയ്യുന്നത് ശരിയാണ്, ആ കുട്ടികളുടെ കാര്യങ്ങളും ശരിയാണ്, നമുക്ക് അവരെ നോക്കണ്ടേ? അമ്മ ഇങ്ങനെ ഇരുന്ന് അമ്മ ഇങ്ങനെ ഇതിനെ എപ്പോഴും ചറപറ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ കുട്ടികൾ എങ്ങനെയാ പഠിക്കുന്നത്? അവരും ചെയ്യുന്നത് ആരാണ്? സശാൽ ഗോപാലന്റെ നാമങ്ങളാണ് അവർ ഉരുവിടുന്നത്. സാക്ഷാൽ ഗോപാലന്റെ ലീലകളാണ് അവർ പഠിക്കുന്നത്. സാക്ഷാൽ ഗോപാലന്റെ വാണികളാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്താ ചെയ്യേണ്ടത്? ഇത് നിർത്തും. ശരി ശരി, ഞാൻ നിർത്താം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണേ. എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ ജീവിക്കും? നീ അത് പറഞ്ഞുതരാ. ഞാൻ എങ്ങനെ ജീവിക്കും? നീ അത് പറഞ്ഞു തരൂ. നീ പറഞ്ഞാൽ മാത്രമേ നിന്നെ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ, അല്ലെങ്കിൽ നിന്നെ വിടില്ല. ഭഗവാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ശരി അമ്മ ഒരു കാര്യം ചെയ്യൂ. അമ്മ ഇതിനെ കറക്കണ്ട. അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ജീവിതമാർഗമല്ലേ വേണ്ടുന്നത്? ഗോപാലകനല്ലേ, ഞാനൊരു പശുവിനെ അമ്മയ്ക്ക് കൊണ്ടുതരാം. എന്നിട്ട് ആ പശുവിനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോറ്റിക്കൊണ്ട് അമ്മയുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ചക്കി കറക്കുന്ന അതിനെ അങ്ങ് ബെന്താക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം നടന്ന സംഭവങ്ങളാണെന്നുള്ളത്. പശുവിനെ കൊണ്ടു കൊടുത്തു. പിന്നെ അമ്മയെ സന്തോഷമായിട്ട് ആ പശുക്കളെ മേയിച്ച്, ഒരു പശുവിന് പിന്നെ പല പശുക്കളായി. അങ്ങനെ അമ്മ സന്തോഷമായിട്ട് പിന്നെ അമ്മ മുന്നോട്ട് പോയി. കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഭഗവാന് കാല് വെച്ച കാൽപാദം ഈ കറക്കുന്ന സാധനത്തിനകത്ത് ഉണ്ട്. അതിന്റെ പേര് എനിക്ക് അറിയില്ല. അറിയാമല്ലോ, ചക്കിയുടെ ഇതുണ്ടല്ലോ, അതെ. ഭഗവാൻ കാല് വെച്ച ആ സ്ഥലം, കാൽപാദം ഭഗവാന്റെ ഇപ്പോഴും അവിടെ ഉണ്ട്. അന്നേരം ഇപ്പൊ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് ജാഡുമണ്ഡൽ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് കാണാം ഭഗവാന്റെ ആ കാൽപാദം, കറക്കുന്ന അതും ആ സാധനവും. അങ്ങനെ അവിടെ ആ സ്ഥലമാണ് ജാഡുമണ്ഡലം. നല്ല ഒരു അമ്പലവും രാധാകൃഷ്ണന്മാരുടെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അമ്പലത്തിൽ നിങ്ങൾ ദർശനം എടുക്കൂ. ഈ ജാഡുമണ്ഡലിലെ ഭഗവാന്റെ ആ കാൽപാദത്തിലും ദർശനം എടുക്കുക. ഞാൻ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് ജപം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ഷഡ്വൈരികളെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എന്താണ്? കാമമാണ്. കാമത്തിന്റെ ആഗ്രഹങ്ങളുടെ ഒരു പൂമ്പാരമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ക്രോധമുണ്ടാവും. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ എന്താണ്? എന്താണ് ഉണ്ടാവുന്നത്? കോപമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അംബരീഷ ചരിതം നമ്മൾ നാരായണത്തിൽ ദശകം 33 പഠിച്ചതാണ്. അംബരീഷ ചരിതത്തില് എന്താണ്? ഞാൻ ഒന്നും കൂടി അതൊന്ന് പറയാം. അംബരീഷൻ എന്ന് പറയുന്ന രാജാവ് ഒരു രാജർഷിയായിരുന്നു. അദ്ദേഹം രാജർഷി എന്ന് പറഞ്ഞാൽ രാജാവാണ്, അതോടൊപ്പം തന്നെ ഋഷിമാരുടെ ജീവിതമാണ് അവർ നയിക്കുന്നത്. രാജകൊട്ടാരത്തിലോ അല്ലെങ്കിൽ സുഖങ്ങളിലോ അവർ ആകർഷിതരാവില്ല. പക്ഷേ അവരുടെ കർമ്മമാണ്. അവര് ക്ഷത്രിയനാണ്, അവര് രാജകുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അന്നേരം അടുത്ത രാജാവ് അവരായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ കർമ്മങ്ങളെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? രാജാവായിട്ട് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിതന്മാരുടേതാണ് വെറും ഋഷിമാരുടെ ജീവിതമാണ് അവർ നയിക്കുന്നത്. അങ്ങനെ ഈ അംബരീഷൻ എന്ന് പറയുന്ന മഹാരാജാവ് എന്താണ്? യമുന തടത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യമുന തീരത്ത് ഒരു ചെറിയൊരു കുടിലൊക്കെ വെച്ചിട്ട് ഭാര്യയോടൊപ്പം അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ തന്റെ കർമ്മങ്ങളില് യാതൊരു രാജാവിന്റെ ആ എല്ലാ കർമ്മങ്ങളും എല്ലാ കടമകളും നിർവഹിച്ച് തന്നെയാണ് അംബരീഷൻ മഹാരാജാവ് പോകുന്നത്. അങ്ങനെ എല്ലാ ഏകാദശിയും അതങ്ങനെ എടുക്കും. എന്താണ്? നല്ലൊരു ഭക്തരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഭക്തരെന്ന് നടിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊരു കുഴപ്പം വരും. എന്താ? അവനൊരു വലിയ ഭക്തൻ വന്നിരിക്കുന്നു, കണ്ടില്ലേ, ജപമാല എടുത്തോണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും, ഒരു പണിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ പുത്തോനും എടുത്തോണ്ട് അങ്ങ് ഇറങ്ങും, ഒരു പണിയില്ല. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ അങ്ങ് ഇറങ്ങുക, കണ്ടില്ലേ എന്ന് പറയും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കർമ്മം ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുന്നു. അന്നേരം അവരങ്ങനെ പറയുവാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറയണം? ഹരേ കൃഷ്ണ. അറ്റ്ലീസ്റ്റ് അവരുണ്ടല്ലോ, പുച്ഛിച്ചായാലും ആ ഹരേ കൃഷ്ണ പറയും. പറയില്ല, അറ്റ്ലീസ്റ്റ് കേൾക്കുന്നുണ്ടല്ലോ. ആ കേൾക്കുന്നത് തന്നെ ഒരു പുണ്യമായിട്ട് കരുതാമെന്ന് വെക്കാം. നമ്മൾ മുഖാന്തരം ഒരു ഹരേ കൃഷ്ണ അവര് കേട്ടു.
അതെന്തോ ഒരു വലിയൊരു പുണ്യമാണെന്നറിയാമോ? ഭഗവാൻ പറയുന്നുണ്ട്, പ്രചാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം. പ്രചാരകരില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ എങ്ങനെ എല്ലാവരിലും എത്തും? എല്ലാവരിലും എത്തണ്ടേ ഭഗവാൻ നാമങ്ങളെ? പണ്ടൊക്കെ ഉള്ള കാലത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാർ അവനവനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും നാമങ്ങളേ ഇല്ലായിരുന്നു. എന്റെയൊക്കെ കൊച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്താഹം ഒന്നും കേൾക്കാൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു, അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു, അങ്ങനെയുള്ള, അല്ലെങ്കിൽ വീട്ടിലൊരു വിളക്ക് വെച്ചു, സന്ധ്യാസമയത്ത് ഒരു രാമൻ ചോദിച്ചു, അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളായിരുന്നു. പക്ഷേ ഇസ്കോൺ എന്ന് പറയുന്ന മഹാസംസ്ഥ, അതേപോലെ തന്നെ വേറെ ഒരുപാട് സംസ്ഥകൾ ഇതേപോലെ നാമപ്രചരണത്തിനായിട്ട് ഒരുപാട് മഹാത്മാക്കള് തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ട് ഈ നാമപ്രചാരണത്തിന് വേണ്ടിയിട്ട് അവര് ഫുൾ ടൈം അങ്ങനെ ഒരു 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 മഹാത്മാക്കൾ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ സൊസൈറ്റിയിൽ കുറച്ചൊക്കെ ഒരു നാമത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടാവുന്നതും. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലെ ശീലപ്രഭുപാദ് തന്റെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ ദേശത്ത് പോയി എന്നുള്ളതാ. തന്റെ ഗുരുവിന്റെ നിർദ്ദേശത്തിന് അന്നേരം ആ ഗുരുവിന് എത്ര മഹത്വം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോണം. പക്ഷെ ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവില്ല, ഗിരുവില്ല, ആരുമില്ല. അങ്ങനെ തന്നെ കേട്ടു, വന്നു, കണ്ടു, പോയി. ഗൈഡൻസ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും വേണ്ട, ഞാൻ തന്നെയാണ് വലുത്, പിന്നെ എനിക്ക് എന്തിനാ ഗൈഡൻസ്? അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഗുരുവിന്റെ ആവശ്യമേ ഇല്ല, ഞാൻ എല്ലാം തികഞ്ഞ ആൾക്കാർ. അങ്ങനെയുള്ള ആ ഒരു ഇതാണ്. പക്ഷെ ഗുരുപാദത്തിൽ ആ ഗുരുവാശ്രയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഏറ്റവും വലിയ ആരായിരുന്നു? വ്യാസദേവന്. ആ വ്യാസദേവനെ പോലും ഒരു ഗുരു ഉണ്ടായിരുന്നു. ആരായിരുന്നു? നാരദര്. വ്യാസദേവന് തന്റെ കൃതികളെല്ലാം രചിച്ചു. 4 വേദങ്ങൾ രചിച്ചു. അതേപോലെ ഉപനിഷത്തുകളെ, പുരാണങ്ങളെ എല്ലാം രചിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് മനസ്സിനൊരു സമാധാനം ഉണ്ടായില്ല. സരസ്വതി തീരത്ത് വന്ന് അദ്ദേഹം ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കും. ഉടനെ ആരാണ് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് വന്നത്? തന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷി അവിടെ എത്തിയിരുന്നുള്ളതാണ്. അതുപോലെ നമ്മളായി കഴിഞ്ഞാൽ ഗുരുവാശ്രയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡൻസിന്റെ ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെ, നമുക്ക് ഭൗതികമായിട്ട് അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തിലും ആധ്യാത്മികമായിട്ടുണ്ടല്ലോ, അദ്ദേഹം ഉടനെ നമുക്ക് വന്നിട്ട് അത് ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള, അത് നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത് കൂടെ നമ്മളെ നടത്തും എന്നുള്ളത്. അതിനായി പറയുന്ന എല്ലാവരും ഗുരുവാശ്രയം എടുക്കണമെന്ന് പറയുന്നത്. ഹരിയുടെ നാമം കീർത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണം, ഒരു ഗുരു വേണം. തീർച്ചയായിട്ടും ഒരു ഗുരു വേണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തോണിക്കാരനാണെന്നുണ്ടെങ്കിൽ തോണിക്കാരൻ ഇല്ലാതെ ഒരു തോണിയാണെന്നുണ്ടെങ്കിൽ ആ തോണി കാറ്റിനനുസരിച്ച് ആടി ഒളിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ഒരു തോണിക്കാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തോണിക്കാരൻ നമ്മളെ ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അതേപോലെ തന്നെയാണ് ഭഗവാൻ സ്വയമാണെന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ രൂപത്തില്, ഗുരുവിന്റെ ഭാവത്തിൽ നമ്മളെയൊക്കെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരുക്കന്മാരുണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആശ, നമ്മുടെ ഇച്ഛ പൂർണ്ണം നമുക്കൊരു ഗുരുവിനെ വേണമെന്നുള്ള ആ ഒരു 100% വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ ഗുരു നമ്മുടെ വാതിൽപ്പടിയിൽ വരുമെന്നാ പറയുന്നത്. മീൻസ് അതേപോലുള്ള അന്തരീക്ഷം നമുക്ക് കിട്ടുമെന്നാ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാ അന്തരീക്ഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഗ്രൂപ്പുകളും ഇതേപോലുള്ള കുറേ നല്ല നല്ല ആചാര്യന്മാർ വന്നിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവി കൂടെ വിടരുത്. വിടാതെ നിങ്ങൾ അതിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തണം. വെറുതെ കേട്ടുകൊണ്ട് കാര്യമില്ല. അതൊരു ടൈം വേസ്റ്റ് മാത്രമാണെന്നുള്ളതാണ്. ടൈം വേസ്റ്റ് ഇല്ല. നമുക്കറിയില്ല നമ്മുടെ മരണം എപ്പോഴാ സംഭവിക്കാൻ പറ്റുന്നതെന്നുള്ളത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണം സുനിശ്ചിതമാണ്. കാലമാകുന്ന ആ പെരുമ്പാമ്പ്, ആ സർപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല നമുക്ക് എങ്ങനെയാണ്, ഏതാണ്, എപ്പോഴാണ് നമ്മുടെ ശരീരം പതിച്ചു പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? ഈ ശരീരം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ എന്നെ അറിയൂ, നിങ്ങൾ എന്നെ അതുപോലെ തന്നെ ഭഗവാൻ എന്ത് തന്നു? നമുക്ക് വിശേഷാൽ ബുദ്ധി തന്നു. ആനിമൽസിനെക്കായാലും മൃഗങ്ങളെക്കായാലും കൂടുതൽ നമുക്ക് ഒരേ ഒരു കാര്യമാണ് സ്പെഷ്യലായിട്ട് തന്നെ. എന്താണ്? വിശേഷാൽ ബുദ്ധി. ആ വിശേഷാൽ ബുദ്ധി തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടും തിരുനാമം ചൊല്ലിയിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ആശ്രയം അർപ്പിച്ചിട്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവത് ധാമിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ആ ഒരു രീതിയിലാണ്.
നിങ്ങളെ എപ്പോഴും പറയും മാതാജി മരിക്കുന്ന കാര്യം ആരും മരിക്കുന്ന കാര്യമല്ല. ഈ ജന്മത്തിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയാമോ? എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളില്ല. ആഗ്രഹങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആഗ്രഹം സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധം ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ അംബരീഷന്റെ കഥയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അംബരീഷന്റെ എല്ലാ ഏകാദശിയും എടുക്കുമായിരുന്നു. അംബരീഷന്റെ ഈ ഭക്തിയില് ഇന്ദ്രന് കുറച്ചൊരു അസൂയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇന്ദ്രന് കുറച്ച് അസൂയുണ്ടായി. എവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഉള്ളത് തന്നെ നമ്മളെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാലും ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങളിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്തുണ്ടാവും? ഓട്ടോമാറ്റിക് ഈർഷ്യ ഉണ്ടാവും, അസൂയുണ്ടാകും. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. അംബരീഷൻ ഇത്രയും ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ദ്രന് ഒരു പേടി വന്നു. ഭഗവാൻ എങ്ങാണ് എന്റെ ഇന്ദ്ര കസേര, ഇന്ദ്രന്റെ പട്ടം എന്നുണ്ടെങ്കിൽ അംബരീഷന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലോ അതിന് എന്ത് ചെയ്തു? ദുർവാസാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂക്കത്തിരിക്കുക ദേഷ്യം. പക്ഷെ അദ്ദേഹം ഋഷിമാരിൽ അത്യുന്നതനാണ്, ഏറ്റവും ശങ്കരഭക്തനാണ്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, കുറച്ചൊരു ദേഷ്യം, മൂക്കിലിരിക്കുന്ന ദേഷ്യമാണ്. അങ്ങനെ ആര് ശപിച്ചു കഴിഞ്ഞാലും ശാപം തന്നെയാണല്ലോ. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? ഈ ദുർവാസാവിനെ നിയോഗിച്ചു. അംബരീഷൻ ഏകാദശി എടുക്കുന്നു. എല്ലാ ഏകാദശി വ്രതത്തിന് മഹാത്മ്യമാണ് ഈ പറയുന്നത്. എല്ലാ ഏകാദശിയും എടുക്കുന്നു. ആ വ്രതത്തിനെ മുടക്കണം. ഇങ്ങനെ ഏകാദശി എടുത്തിട്ട് ദ്വാദശി ദിവസം പാരണ ടൈമുണ്ട്. ആ പാരണ ടൈമിനകം നമ്മളെ പാരണ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ വ്രതം എടുത്തതിന്റെ വലിയ ഫലങ്ങളും വരാതെ പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് മുടക്കണം എന്ന് പറഞ്ഞിട്ട് ദുർവാസാവും കുറേ തന്റെ ശിഷ്യന്മാരും കൂടെ അനുചരികളും കൂടി വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അംബരീഷ മഹാരാജാവിന്റെ അവിടെ ആശ്രമത്തിൽ വരുന്നു. അന്നേരം അംബരീഷ മഹാരാജാവിന്റെ ഭയങ്കര സന്തോഷമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മുനിവര്യനെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു, നമ്മുടെ സ്ഥലത്ത് വന്നിരിക്കുന്നു. അതാണ് നിങ്ങളും പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരു ബ്രഹ്മചാരിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്യാസിയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുരുദീക്ഷ കിട്ടിയിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്രാഹ്മണദീക്ഷ കിട്ടിയിരിക്കുന്ന ആൾക്കാരോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ പാദം വെക്കുന്നത് കൂടെ നമുക്ക് പുണ്യമാണെന്നുള്ളത്. ഇതൊന്നും നമ്മുടെ കേരളീയർക്ക് അറിയില്ല എന്നുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനം പോലുള്ള ആ ഒരു ഭഗവാന്റെ ആ ഒരു ഇത് ഭഗവാൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്തൊക്കെ നമ്മൾ കാണണം. എന്താ ബ്രഹ്മചാരികളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ പ്രസാദം ഉണ്ടാക്കി കൊടുക്കുക. വെളിനാടുകളിലെല്ലാം ഇതെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഇതൊന്നും. കേരളത്തിൽ എന്തുവാ എന്റെ സ്വാർത്ഥതയാ മൊത്തം അങ്ങ്. അത് എത്ര വലിയ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ കാണുന്നത് നമ്മുടെ സ്വന്തം കാര്യം ചിന്താവാം. അത് വേറൊരാൾ എങ്ങനെയായാലും ഏതായാലും അവർക്കാർക്കും ഒരു പഹയേ അല്ല എന്നുള്ളതാണ്. അങ്ങനെ ആ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുന്നു. അത് ആസുരികത കൂടുതലായി ഈ കേരളത്തിൽ. അത് 100% പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഈ ഇപ്പം വന്നിരിക്കുന്ന ഈ എന്താ പ്രഭാഷകരെല്ലാം തന്നെ വെളിയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കും. ഗൾഫ് പോലുള്ള കൺട്രികളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ പ്രഭാഷണം പറയും. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളത്. ആൾക്കാരെ ഇല്ല, കിട്ടാനെ കൊണ്ടില്ല. എന്തുകൊണ്ടാ? ആസ്തിക കൂടുതല. എല്ലാ വീട്ടിലും സമ്പൽ സമൃദ്ധിയുണ്ട്, വലിയ വലിയ വീടുകളുണ്ട്. ഭവനത്തിന് പകരം ആയം വെട്ടിയിട്ടുണ്ടല്ലോ വനമാവശ്യം. അതിനകത്ത് ഹ്രംസ ജന്തുക്കളെ പോലെ കടിച്ചു കീറുന്നു അതിനകത്തുള്ള ആൾക്കാരെല്ലാവരും. പക്ഷേ എന്താണ് അവിടെ ഭക്തി എന്ന് പറയുന്നത്? ഭക്തി ഉണ്ട്, കാട്ടിക്കൂട്ടുന്ന ഭക്തി. അതെങ്ങനെ ഭക്തി ചെയ്യണമെന്ന് അറിയില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ ഉണ്ടല്ലോ അവരതിനോട്ട് വഴി വെക്കത്തുമില്ല, അവർക്ക് വേണ്ട. പിന്നെന്താ, ഞങ്ങൾ നല്ല ഭക്തരാ, ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഒരു കുറി തൊടുന്നുണ്ട്, സോകയെ കാണും. അങ്ങനെയുള്ള ആ ഒരു രീതിയാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ തന്നെ അംബരീഷൻ എന്താ രാജർഷിയായണക്ക് എന്ത് ചെയ്തു? വെടി പോലെയാണെന്നുണ്ടെങ്കിൽ ദുർവാസാവിനെ സ്വീകരിച്ച് പറഞ്ഞു അങ്ങ് പോയിട്ട് യമുനെ സ്നാനം ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് പാരണ വീടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭോജനം നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യമുനയിലേക്ക് എല്ലാ ദുർവാസാവും കൂട്ടം കൂടി പോകുന്നു കുളിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് അറിയാമല്ലോ പാരണ ടൈം ഇത്ര സമയമാണെന്നുള്ളത്. ആ പാരണ സമയത്ത് കഴിഞ്ഞതിന് ശേഷം വരണം, എന്നാലല്ലേ അതിഥിക്ക് കൊടുക്കാതെ അതെന്നുണ്ടെ ഗൃഹസ്ഥനൊന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ടും ദുർവാസാവ് ആടിപ്പാടി അനുചരന്മാരോടുകൂടി അവിടെ ആടിപ്പാടി യമുനെ കുളിക്കാൻ നിന്നു പാരണ ടൈം വീടാൻ വേണ്ടിയിട്ട്.
അന്നേരം നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പാറങ്ങട്ടയും സമയം പോകുന്നു. വസിഷ്ഠമുനിയുടെ ആ ഇതില് എന്ത് പറഞ്ഞു, അംബരീഷനോട് പറഞ്ഞു ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് പാരണ വീട്ടിയായിട്ട്, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദുർവാസ മഹർഷി വന്നതിന് ശേഷം നമുക്ക് ഭോജനമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ശകലം വെള്ളം തുളസിയില വെച്ചിട്ട് കുടിച്ചു എന്നുള്ളതാണ്. അത് ഈ ദുർവാസാവിനറിയാം. എന്തുകൊണ്ടാണ് ദുർവാസാവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണാനുള്ള ആ ജ്ഞാനദൃഷ്ടി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഉടനെ മനസ്സിലായി, ഓടിപ്പടച്ചു വന്നു, തന്റെ ദേഷ്യത്തിൽ വന്നു, നീ എന്നെ അപമാനിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ അതിഥിയാണ്, അതിഥിക്ക് തരാതെ നീ ഭക്ഷിക്കുകയോ, ഇത് ശരിയായോ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്താ തന്റെ ജട പറിച്ചിട്ട് അടിക്കുക ചെയ്യുന്നത്. അവിടെ ത്രിജട എന്ന് പറയുന്ന ഒരു ദുർഭൂതം ഉണ്ടാവുക. ആ ദുർഭൂതം ഉണ്ടാക്കിയിട്ട് അംബരീഷനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അംബരീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തരാണ്. അതുകൊണ്ട് അംബരീഷന്റെ യാതൊരുവിധ കുലുക്കവും ഉണ്ടായില്ല. എന്താ പറ്റിയത്? അംബരീഷൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ചെയ്യുന്നത്. ത്രിജട വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അംബരീഷന്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ എന്ത് വന്നു? ഭഗവാന്റെ സുദർശന ചക്രം വന്നിട്ട് ത്രിജടയെ കൊല്ലുക ചെയ്യുന്നതിനുള്ളത്. ആ ദുർഭൂതത്തിനെ കൊന്നു. കൊന്നതിന് ശേഷം ഭഗവാന്റെ ചക്രം ആരുടെ അടുത്തേക്കാ പോന്നേ? ദുർവാസാവിന്റെ അടുത്തേക്ക്. ദുർവാസാവ് ജീവനും കൊണ്ട് ഓടടാ ഓട്ടം, ഓടടാ ഓട്ടം. ആദ്യം എവിടെ ചെന്നു? ബ്രഹ്മദേവന്റെ അടുത്ത് ചെല്ലുന്നു. ബ്രഹ്മദേവൻ സത്യലോകത്തിൽ നിന്നിട്ട് ബ്രഹ്മദേവനോട് പറയുന്നു, ഇങ്ങനെ കാര്യങ്ങളെന്ന് പറയുന്നു. പക്ഷെ എല്ലാം ഒന്നും പറയില്ലല്ലോ. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും സത്യങ്ങള് നമ്മുടെ കയ്യിൽ ആ ഒരു തെറ്റുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സത്യത്തിനെ മൂടി വെച്ചിട്ടൊന്ന് അങ്ങനെയുള്ളതല്ലേ നമ്മൾ പറയത്തുള്ളൂ. അതേപോലെ തന്നെ ബ്രഹ്മദേവനോട് ദുർവാസാവ് പറഞ്ഞു, ദുർവാസാവേ എനിക്കിതിനെ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഭഗവാന്റെ ശ്രീചക്രമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയാണെന്നുണ്ടെങ്കിൽ നേരെ കൈലാസത്ത് പോകും, ശിവഭഗവാനോട് ശിവനോട് പറയുന്നു. എന്നിട്ട് ശിവഭഗവാന്റെ അടുത്ത് പോകുന്നു. കൈലാസത്തിൽ എന്നപ്പം കൈലാസദേവനും പറയുന്നത്, എന്താ കൈലാസേശ്വരൻ എന്താ പറയുന്നത്? അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഇത് ഭഗവാന്റെ ശ്രീചക്രമാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ. നേരെ ഒരു കാര്യം വൈകുണ്ഠത്ത് പോയിട്ട് ഭഗവാനോട് പറയൂ, ഭഗവാനോട് മാപ്പപേക്ഷിക്കൂ എന്ന് പറയുന്നു. നേരെ വൈകുണ്ഠത്തിൽ ചെല്ലുന്ന സമയത്ത് ഭഗവാൻ ഒരു പുഞ്ചിരിയോട് അങ്ങ് നിൽക്കുകയാണെന്നുള്ളതാ. എന്താണ്? ഭഗവാൻ അറിയാമല്ലോ എല്ലാം. ഭഗവാൻ പറയുന്നു, ഇതേപോലെ ദുർവാസാവിനോട് പറയും. ദുർവാസാവ് എല്ലാം പറയുന്നു. അന്നേരം പറയുന്നു, ദുർവാസാവേ ഞാൻ തന്നെ ഭക്തർക്ക് അധീനനാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഭക്തനായിട്ടുള്ള അംബരീഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീചക്രം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ സുദർശന ചക്രത്തിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അംബരീഷ മഹാരാജാവിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല, അങ്ങയ്ക്കും പറ്റില്ലേ? അന്നേരം പറയുന്ന എന്താ ഭഗവാനെ, ഞാൻ വൈകുണ്ഠത്തിലല്ല ഉള്ളത്, ഞാൻ യോഗികളുടെ ഹൃദയത്തിലല്ല ഉള്ളത്, ഞാൻ ഭക്തനാണ്, ഭക്തന്റെ ദാസനാണ്, ഞാന് ഭക്തന്റെ പുറകെയാണ് ഞാൻ നടക്കുന്നത്, ഭക്തരുടെ കാൽപാദത്തിൽ ആ ധൂളി എടുത്തിട്ടാണ് ഞാൻ ഭസ്മമായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഭക്തദാസനായിട്ടുള്ള എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അംബരീഷനെ, അല്ല ദുർവാസാവേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നേരെ എവിടോട്ടാ പോകേണ്ടത്? അംബരീഷ ചക്രവർത്തിയുടെ അടുത്ത് പോവൂ, ആ അംബരീഷനോട് എന്നിട്ട് നീ മാപ്പ് പറയൂ, എന്നാ മാത്രമേ നിനക്കാണെന്നുണ്ടെങ്കിൽ രക്ഷയുള്ളൂ. ഓട്ടം 3 ലോകത്തും കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു കൊല്ലമായി എന്നുള്ളതാ. തിരിച്ച് അംബരീഷന്റെ കാലിൽ വന്നിട്ട് വീഴുന്നു. അംബരീഷൻ പറയുന്നു, ഹേ മഹർഷി, അങ്ങ് ഇത് ചെയ്യരുതേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ആരുമല്ല, വെറും ഒരു കൃമിയാണ്, ഭക്തരുടെ അഗ്രഗണ്യനാണ് അങ്ങ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് കൈകൂപ്പി നിൽക്കുന്നു. അംബരീഷൻ നോക്കുപോലും അവിടുത്തെ ആ താഴ്മ. അംബരീഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സുദർശന ചക്രം വന്നിരിക്കുന്നു. പക്ഷെ ആ അംബരീഷൻ പറയുന്നത് എന്താണ്? ഹേ മഹർഷേ, ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നും അറിയില്ല, അങ്ങ് മഹർഷിമാരിൽ ഏറ്റവും അഗ്രഗണ്യനാണ്, എന്റെ കാൽക്കൽ വീഴരുതേ, എന്നോട് മാപ്പപേക്ഷിക്കരുതേ എന്നാ പറയുന്നത്. 1 വർഷമായിട്ടും അന്ന് കുടിച്ച വെള്ളത്തിൽ മാത്രമാണ് അംബരീഷൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ദുർവാസാവ് പറഞ്ഞു, ഹേ രാജർഷേ, അങ്ങ് എത്രയോ വലിയൊരു മഹാനാണ്, ഭഗവാൻ സ്വയം അങ്ങയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അങ്ങയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ചക്രം തന്നിരിക്കുന്നു. ഭഗവാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് ഭഗവാന്. അങ്ങയിൽ എത്രയും ആകർഷ്ടനാണ്, അങ്ങയെ എത്രയും പ്രിയനാണ്, അങ്ങയെ ഭഗവാന്റെ എത്രയും പ്രിയനാണ് അങ്ങ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട്
എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നു. അപേക്ഷിച്ചിട്ട് അംബരീഷൻ പറഞ്ഞു, അങ്ങനെ ഒന്നും പറയണ്ട, ഭഗവാന്റെ എല്ലാ ഇതും ഒരു ലീലയാണ് ഭഗവാന്റെ. ഭഗവാന്റെ ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഭഗവാൻ ലീല ആടുന്ന എന്തിനു വേണ്ടിയിട്ടാ? തന്റെ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. തന്റെ ഭക്തർക്ക് ഒരു ശകലമെങ്കിലും അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ദുർവാസാവിന് ഒരു വിചാരമുണ്ട്, പിന്നെ വളരെ ഒരു തപസ്സിയാണ്. ആ തപസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തപസ്സിനെ വെല്ലാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ആരുമില്ല. പക്ഷേ ഭഗവാൻ അവിടെ കാണിച്ചു കൊടുത്തേണ്ട, നിന്റെ തപസ് എന്താന്ന്? തപസ്സിയാണ് നീ, ശരിയാണ്. പക്ഷെ നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? അഹങ്കാരമാണുള്ളത്. നിന്റെ മനസ്സില് കാമം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങള് എന്താ? ഇന്ദ്രന് ഇന്ദ്രൻ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കല്ലെന്നുണ്ടെങ്കിൽ ദുർവാസാവ് എന്തിനു വേണ്ടിയിട്ട് നിനക്ക് ചെയ്യാൻ പോയി? ഇന്ദ്രന് നിനക്ക് അവന്റെ ഇന്ദ്രപട്ടം സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു? ഇന്ദ്രന് നിന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അതുകൊണ്ട് നീ അങ്ങനെ അതിനെ പാടുണ്ടായിരുന്നു ഏക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഉള്ളിന്റെ ഉള്ളിലെ നിന്റെ അഹങ്കാരമാണ് നിന്നെ ക്രോധമായിട്ട് ഇവിടെ വരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉടനെ അംബരീഷൻ ഒരു ശകലം വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നിനക്ക് ക്രോധം വന്നു? ക്രോധം വന്നിട്ടല്ലേ ത്രിജട വന്നത്, നിന്റെ ജട പഠിച്ചിട്ട് ത്രിജടയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിന്റെ ഈ എന്താണ് ക്രോധം നിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ശരി തന്നെയല്ലേ? എല്ലാ ആൾക്കാർക്കും നമ്മൾ പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരു ഇതിന് കിടറ്റി ചാടി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ കണ്ട് ഒരു പഴറ്റമുണ്ട്, പിന്നെ കയറാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ ക്രോധം കൊണ്ട് എത്ര ആൾക്കാരാണ് അതെന്നുണ്ടെങ്കിൽ ഈ ക്രോധത്തിൽ അടിപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താപ്പോട്ട് പോയിരിക്കുന്നതെന്ന് അറിയാമോ? അതിന് ബെസ്റ്റ് എക്സാമ്പിളാ നമ്മളിപ്പോ ആരുടെ കാര്യം പറഞ്ഞ? ദുർവാസാവിന്റെ കാര്യം. ഇത്രയും വലിയ അത്യുന്നതയിൽ ഇരിക്കുന്ന ഒരു മുനീന്ദ്രന് എന്താ വെറും ഒരു രാജർഷിയോട് മാപ്പ് പറയേണ്ട ഒരു ഗതികേട് വന്നു. എന്തുകൊണ്ടാണ്? ആ ക്രോധം കൊണ്ട്. ആ ക്രോധമില്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ല. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, ഏത് കാര്യമായി കഴിഞ്ഞാലും വളരെ ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്യണം. ആ ശാന്തതയോടുകൂടി കൈകാര്യം ചിലപ്പോൾ നമുക്ക് അതിൽ തന്നെ ക്രോധം വരുമെന്നിരിക്കാം. പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യണം. ഭക്തരെന്ന് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ വേറെന്തെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്തനാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ധോത്തി കുർത്തി എടുത്ത്, അല്ലെങ്കിൽ വലിയൊരു കുറിയിട്ട് ഇങ്ങനെ ഷോ കാണിച്ചൊന്നും ഒരു കാര്യമില്ല. ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികളിൽ കൂടിയാണ് ഭക്തി വരേണ്ടത്. നമ്മള് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു നിലയിലൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ലെങ്കിൽ 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഈ നാമങ്ങൾ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്തോ ഒരു വലിയൊരു മഹാഭാഗ്യമാണെന്നറിയാമോ? അത് മുജ്ജന്മ സുഹൃതം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യമാണിത്. അതുകൊണ്ട് ഇതിനെ കളഞ്ഞു കുളിക്കരുത്. എത്ര നമ്മൾ മുന്നോട്ട് പോയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമയമാവുന്ന ദിശ എടുക്കണം. തീർച്ചയായിട്ടും ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഗുരുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അറിയാം? ഞാനും വലിയ ആളാണ്, ഞാനും ഗുരുവിനപ്പുറം ഉള്ളതാണ്. എന്തുകൊണ്ട് താഴാൻ പറ്റുന്നില്ല? താഴ്മ എപ്പോഴും നമുക്ക് വേണമെന്നുള്ളതാ. ഇപ്പം പറഞ്ഞില്ലേ, ഒരു നദിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ നദി കീഴ്പോട്ടാണ് ഒഴുകുന്നത്, മേപ്പോട്ടല്ല ഒഴുകുന്നത്. ആ ഒരു നദി, ഒഴുകുന്ന നദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജലം എത്ര എല്ലാ ആളുകൾക്കാണ് പിന്നെ ഉപകാരമായിട്ട് വരുന്നതെന്ന് നോക്കുപോലും. അതേസമയം കെട്ടിക്കിടക്കുന്ന ഒരു തടാകം, ആ തടാകത്തിൽ പായലും പിടിച്ച് പിന്നെ കച്ചറയെല്ലാം വീണിട്ടാണെങ്കിൽ സ്മെല്ലെടുക്കുന്ന ഒരു തടാകത്തിന്റെ സൈഡിലെങ്കിലും ആരെങ്കിലും പോവില്ല. അതേസമയം ഒഴുകുന്ന നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നദിയെയാണ് കൂടുതലും നമ്മളെല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. അത് സുഗമമായിട്ട് എവിടെ ചെന്നു അതിന്റെ എവിടെയാണ് അത് ചേരേണ്ടത്? സമുദ്രത്തിലാണ് ചേരേണ്ടത്. ആ സമുദ്രത്തിൽ അത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭൂലോകമാകുന്ന നമുക്ക് എന്താ സംസാരമാകുന്ന ഈ സാഗരത്തിൽ കിടന്ന് നമ്മൾ ഉഴലുവാണ്. ഉഴലുന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എങ്ങോട്ടാണ് നമുക്ക് തിരിച്ചു പോകേണ്ടതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇതിനകത്തുള്ളവർക്കെല്ലാം അറിയാം. അല്ലാതെ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തുള്ളവർക്കെല്ലാം ഇപ്പൊ അറിയാം. എന്താ അറിയുന്നത്? ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാണ് വന്നത്. എനിക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് എനിക്ക് പോകേണ്ടത്. ആ മുകുന്ദന്റെ അടുത്തേക്കാണ് പോകേണ്ടത്, ആ മുരാരിയുടെ അടുത്തേക്കാണ് പോകേണ്ടത്, ആ ശ്രീനാഥന്റെ അടുത്തേക്കാണ് പോകേണ്ടത്, ആ ഭൂലോക വൃന്ദാവനേശ്വരന്റെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മള് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു
ആ ഒരു മാർഗം നമ്മൾ കാണണം. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കാമം ഇല്ലാതാകണം. ഷഡ്വൈരികളിൽ രണ്ടാമത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കാമത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഞാൻ ക്രോധത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ക്രോധമില്ല, തീർച്ചയായിട്ടും നമുക്ക് അറിയാം. കാക്കയായി കഴിഞ്ഞാലും കുയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും കാക്ക നമുക്ക് ഒരുപാട് നമ്മുടെ ക്ലീനിങ്ങിലും പിന്നെ കാക്ക ഒരുപാട് നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ്. പക്ഷേ കുയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മടിച്ചെന്ന് പറഞ്ഞാൽ കാക്കയുടെ കൂട്ടിലെ കുയില് മുട്ടയിടുന്നത് പോലും എന്നുള്ളതാ. പക്ഷേ ആ കുയിലിന്റെ സ്വരമുണ്ടല്ലോ വളരെ മധുരമായതുകൊണ്ട് എല്ലാവരും കുയിലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മടി വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ ഷോ അടിച്ചുകൊണ്ട് കിടന്ന് അതൊക്കെ പിന്നെ ഓട്ടോമാറ്റിക് അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത ആൾക്കാർ പിന്നെ വെറുക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. മനസ്സിലാവാം. കാലം അതിനെയെല്ലാം പിന്നെ തെളിയിക്കും, അത് വേറെ കാര്യം. പക്ഷേ മധുരമായിട്ട് നമ്മൾ സംസാരിക്കുക, ഏത് കാര്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുക. ആ ശാന്തതയോടുകൂടി നമ്മുടെ ആ ശാന്തത വിടാതെ തന്നെ മുന്നോട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിടത്തും. അങ്ങനെ മുന്നോട്ട് പോകണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ ആ ഭക്തിയെ ഉണർത്തണം നമ്മൾ. ആ ഭക്തിയെ ഉണർത്തേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. നാമങ്ങളും സങ്കീർത്തനമായിട്ട് എല്ലാവരും കൂടിയിരുന്നിട്ട് നാമം ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത്. ആ സങ്കീർത്തനത്തിൽ കൂടെ മുന്നോട്ട് നമ്മൾ പോകണം. നമ്മുടെ ഉള്ളിലുള്ള ആ പരമേശ്വരനെ, ആ വിരാട് പുരുഷൻ ആരാണ്? വിരിഞ്ചാതി സേവനാണ്. അതോ ശിരസോ സത്യലോകമാണ്, തിപ്പാദങ്ങളോ പാതാളലോകമാണ്, ദരിദ്രി നിരംബം. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമസ്തേ നമസ്തേ നമസ്തേ. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വളരെ കാമം ക്രോധം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി ഇനി എന്താണ്? ലോഹമോഹ മത മാത്സരി, ഈ 4 കാര്യങ്ങളാണ് ഇനിയുള്ളത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മള് ആ അമ്മയെ ഭഗവാൻ സഹായിച്ചില്ലേ, അതേപോലെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. പക്ഷെ കുറച്ചൊന്നിട്ട് കളിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കളിപ്പിക്കുന്ന സമയം നമ്മൾ ഓർത്തോണം, എന്താണ്? ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ് നമ്മള്, അതുകൊണ്ടാണ് നമ്മളെ കളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ തിരുവഴി നോക്കല്, ഓ അവളെ എവിടെയെങ്കിലും പോട്ടെ, നമുക്ക് എന്താ വേണം എന്നുള്ള ആ ഒരു രീതിയിൽ വിടുമെന്നുള്ളതാ. പക്ഷെ ഭഗവാൻ നമ്മളെ അക്കൗണ്ടിൽപ്പെടുത്തിയിട്ടുണ്ട്. ഓ ഇവൾ എന്റെ ഭക്തയാണ്, പക്ഷെ ഇവക്ക് ഞാൻ ചോക്ലേറ്റ് ആദ്യം കൊടുത്തു ഇതിൽ വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് ദൃഢമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറെ മായിട്ട് പരീക്ഷണങ്ങളുടെ ഒരു തീച്ചൂളയിലിട്ട് നമ്മളെ ഉരുക്കുമെന്നുള്ളതാ. ഇപ്പൊ എങ്ങനെയാ തട്ടാര് സ്വർണ്ണപ്പണിക്കാരൻ എന്താ ചെയ്യുന്നത്? ആ സ്വർണത്തിനെ അന്നെങ്കിൽ ആ തീച്ചൂളയിലിട്ട് ഉരുക്കിയിട്ടാണ് അതിനെ പിന്നെ പണിയാൻ തുടങ്ങുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഭഗവാന് നമ്മളെയും അക്കൗണ്ടിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ദൃഢമാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാ ഭഗവാൻ നമ്മളെ ഈ തീച്ചൂളയിലിട്ട് ഉരുക്കുന്നതെന്നുള്ള ആ ദൃഢവിശ്വാസം വേണം. ആ ദൃഢവിശ്വാസത്തെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടി ജന്മം നൽകിയാലും നോമ്പ് നോറ്റു ഞാനിരിക്കാൻ ഏതു നാമം ജപിക്കേണ്ടു രാധിക തൻ ചിത്തച്ചോര. ആ ചിത്തച്ചോരനോട് നമുക്ക് നമ്മുടെ ഹൃദയം കൊടുത്തിട്ട് ഭഗവാനെ എന്നെന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 7 മണിയായി. ഇനി ജോലിക്കൊക്കെ പോകേണ്ടവരുണ്ട്, പല പല കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടവരുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേച്യ കൃപാ സിന്ധൂഭ്യ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ 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 ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ.